Hey guys, welcome back to Debug Media. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രൊജക്ട് ബേസ്ഡ് കമ്പനി. പ്രൊജക്റ്റ് അല്ല, പ്രൊഡക്റ്റ് ബേസ്ഡ്. നോ ഹണി, നോ. പ്രൊഡക്റ്റ് ബേസ്ഡ്. ഓക്കെ. ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഡീബഗ് മീഡിയ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രൊഡക്റ്റ് ബേസ്ഡ് കമ്പനി വേഴ്സസ് സർവീസ് ബേസ്ഡ് കമ്പനി. എന്താണ് ഇവർ തമ്മിലുള്ള ഡിഫറൻസ്, ഏതാണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്, നിങ്ങൾ ഫ്രഷർ ആണ് അല്ലെങ്കിൽ സീനിയർ ആണെങ്കിൽ. അപ്പോൾ ഇതിനെ കുറിച്ചിട്ടാണ് നമ്മളിവിടെ കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം പ്രൊഡക്റ്റ് ബേസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഫോർ എക്സാമ്പിൾ, നെറ്റ്ഫ്ലിക്സ് ഒരു പ്രൊഡക്റ്റ് ബേസ്ഡ് കമ്പനിയാണ്, ആമസോൺ ഒരു പ്രൊഡക്റ്റ് ബേസ്ഡ് കമ്പനിയാണ്, ഫ്ലിപ്കാർട്ട്. അപ്പോൾ ഇവരൊക്കെയാണ് നമ്മൾ ബേസിക്കലി പ്രൊഡക്റ്റ് ബേസ്ഡ് എന്ന് പറയാം. കാരണം ഇവർക്കൊക്കെ ഉള്ളത് ഇവരെ സ്വന്തമായിട്ടുള്ള പ്രൊഡക്റ്റാണ്. ഇനി സർവീസ് ബേസ്ഡ് കമ്പനീസ് നമുക്ക് നോക്കാം. അപ്പോൾ വിപ്രോ, TCS, എസെൻച്ചർ, ഇൻഫോസിസ്, ഇതൊക്കെ ബേസിക്കലി സർവീസ് ബേസ്ഡ് കമ്പനീസാണ്. അപ്പോൾ എന്താണ് ഇവർ തമ്മിലുള്ള ഡിഫറൻസ്? അപ്പോൾ ഡിഫറൻസ് എന്ന് വെച്ചാൽ നെറ്റ്ഫ്ലിക്സ്, ആമസോൺ, ഫ്ലിപ്കാർട്ട്, ആപ്പിൾ പോലത്തെ കമ്പനീസൊന്നും വേറെ കമ്പനീസിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്ത് കൊടുക്കില്ല. അവർക്ക് അവരെ സ്വന്തമായിട്ടുള്ള പ്രൊഡക്റ്റാണുള്ളത്. ഫോർ എക്സാമ്പിൾ Amazon.com അവരെ വെബ്സൈറ്റ് ഉണ്ട്. അതിൽ ബാക്കിയുള്ളവർക്ക് വന്നിട്ട് പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ ഇടാൻ പറ്റും. അവിടെ സെല്ലേഴ്സിന് വന്നിട്ട് അവരെ സാധനങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാൻ പറ്റും. അതേപോലെ ബയേഴ്സ്, അതേപോലെ കസ്റ്റമേഴ്സിന് അത് പർച്ചേസ് ചെയ്യാനും പറ്റും. നെറ്റ്ഫ്ലിക്സിൻ്റെ കേസിൽ അവരൊരു വീഡിയോ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ അവർക്ക് മൂവീസ്, സീരീസൊക്കെ ഉണ്ട്. അപ്പോൾ കസ്റ്റമേഴ്സ് നെറ്റ്ഫ്ലിക്സ് യൂസ് ചെയ്യണത് അതിൽ ഫിലിംസും സീരീസും ഒക്കെ കാണാനാണ്. ഇനി ആപ്പിളിൻ്റെ കേസിലും സെയിം തന്നെയാണ്. അവർക്കൊക്കെ ഉള്ളത് അവർ സ്വന്തമായിട്ടുള്ള പ്രൊഡക്റ്റാണ്. നേരെ മറിച്ച് സർവീസ് ബേസിൻ്റെ കേസിൽ അങ്ങനെയല്ല. സർവീസ് ബേസിൻ്റെ കേസിൽ ഈ കാണുന്ന വിപ്രോ ചിലപ്പോൾ ലെക്സസ്, പെപ്സി, നൈക്ക് ഇങ്ങനത്തെ കമ്പനീസിനൊക്കെ വിപ്രോ അവരുടെ വെബ്സൈറ്റൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ടാവും. ഈ ലെക്സസും പെപ്സിയും നൈക്കൊക്കെ പ്രൊഡക്റ്റ് കമ്പനീസ് ആണെങ്കിൽ പോലും ഇവരൊന്നും IT റിലേറ്റഡ് കമ്പനീസ് അല്ല. കാരണം ഇവരെ ബിസിനസ് റൺ ചെയ്യണത് വെബ്സൈറ്റ് ത്രൂ ഒന്നല്ല. നേരെ മറിച്ച് ഈ കാണുന്ന എല്ലാ കമ്പനീസിൻ്റെ മെയിൻ ഇൻകം വരുന്നത് ഓൺലൈനിൽ കൂടെയാണ്, അവരുടെ വെബ്സൈറ്റിൽ കൂടെയാണ്. ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിൻ്റെ കേസിൽ ഞാൻ പറഞ്ഞ പോലെ Netflix.com, Amazon.com, Flipkart.com. ആപ്പിളിൻ്റെ കേസിലാണെങ്കിൽ ആപ്പിൾ പ്രൊഡക്ട്സ് കൂടാണ്ട് തന്നെ അവർ എക്സ്കോഡ്, പിന്നെ iOSൻ്റെ ആപ്പിൾ ഡെവലപ്പർ കൺസോൾ, പിന്നെ ആപ്പ് സ്റ്റോർ, അപ്പം അങ്ങനത്തെ ഓരോ കാര്യങ്ങളുണ്ട് ഇവർക്ക്. അപ്പോൾ നേരെ മറിച്ച് ഈ കാണുന്ന 3 കമ്പനീസും ഓഫ്ലൈൻ പ്രൊഡക്റ്റുകളാണ്. അപ്പോൾ ഇവർക്ക് ഒരു IT ടീമൊന്നും സെറ്റപ്പ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അവർക്ക് അതിന് അത്രയും എക്സ്പെൻസ് കൊടുത്തിട്ട് ബിൽഡ് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല. അപ്പോൾ ഇവരെന്താ ചെയ്യുക? അപ്പോൾ ഇവരെ ബേസിക്കലി ചെയ്യാന്ന് വെച്ചാൽ വിപ്രോ, TCS, എസെൻച്ചർ പോലത്തെ കമ്പനീസിലേക്ക് പോകും. എന്നിട്ട് പറയും, ഓക്കെ എനിക്കൊരു വെബ്സൈറ്റ് വേണം, നിങ്ങൾ ചെയ്തു തരുമെന്ന് ചോദിക്കും. എന്നിട്ട് ബേസിക്കലി ഇതിൽ ആരാണോ നല്ല പ്രൈസും ആർക്കാണോ നല്ല ടീം, ഇതൊക്കെ നോക്കിയിട്ടാണ് അവർ ബേസിക്കലി ആ കമ്പനിക്ക് കൊടുക്കുക. അപ്പോൾ ലെക്സസും പെപ്സിയും ഒക്കെ പോലെ 10-100 കമ്പനീസ് ഈ കാണുന്ന ഇൻഫോസിസും വിപ്രോയുടെ അടിയിലുണ്ടാവും. എന്നിട്ട് ഇവരെന്താ ചെയ്യാന്ന് വെച്ചാൽ ഓരോ കമ്പനീസിനും ഓരോ ടീമിനെ ഏൽപ്പിക്കും. ചിലപ്പോൾ ലെക്സസിനുള്ള കമ്പനിക്ക് ചിലപ്പോൾ 5 പേരുടെ ടീം ഏൽപ്പിക്കും, പെപ്സിക്ക് ചിലപ്പോൾ ഒരു 10 മെമ്പേഴ്സുള്ള ടീം ഏൽപ്പിക്കും, നൈക്കിന് ചിലപ്പോൾ ഒരു 15 മെമ്പേഴ്സുള്ള ടീം ഏൽപ്പിക്കും. അപ്പോൾ ഇതിൽ തന്നെ പ്രൊജക്ട് മാനേജേഴ്സും പ്രൊഡക്റ്റ് ഡിസൈനേഴ്സും എല്ലാവരും ഉണ്ടാവും. ഇതേപോലെ ഓരോ കമ്പനീസിന് ഇവരെന്ത് ചെയ്യും, ഓരോ ആൾക്കാരെ ഇങ്ങനെ അസൈൻ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ ഒരിക്കലും നിങ്ങൾ കൺസിസ്റ്റൻ്റ് അല്ല. അതായത് ഇപ്പോൾ ഈ 5 ആൾക്കാർ, ഇപ്പോൾ നൈക്കിൽ വർക്ക് ചെയ്യുന്ന 5 ആൾക്കാർ, ഇപ്പോൾ നൈക്കിൻ്റെ പ്രൊജക്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ 5 ആൾക്കാർ ചിലപ്പോൾ പെപ്സിയിലേക്ക് പോകും, അല്ലെങ്കിൽ ചിലപ്പോൾ വേറൊരു പ്രൊജക്റ്റിലേക്കാവും പോവുക. ഇതിലില്ലാത്തൊരു പ്രൊജക്റ്റിലേക്കായിരിക്കും അവർ പോവുക. അപ്പോൾ അങ്ങനെ നമ്മൾ മാറി മാറി വർക്ക് ചെയ്തുകൊണ്ടിരിക്കും സർവീസ് ബേസിൽ. നേരെ മറിച്ച് പ്രൊഡക്റ്റ് ബേസിലാണെങ്കിൽ നെറ്റ്ഫ്ലിക്സിൽ ചിലപ്പോൾ ടോട്ടലി ഒരു 100 ഡെവലപ്പേഴ്സ് ഉണ്ടാവാം. ആ 100 ഡെവലപ്പേഴ്സ് ഓരോരോ മോഡ്യൂളിലായിരിക്കും വർക്ക് ചെയ്യാനുണ്ടാവുക. ചിലപ്പോൾ ഹോം പേജിൻ്റെ മോഡ്യൂളിൽ ഒരു 10 ആൾക്കാരായിരിക്കാം, പിന്നെ ചെക്കൗട്ടിൻ്റെ മോഡ്യൂളിൽ ഒരു 10 ആൾക്കാരായിരിക്കാം. അങ്ങനെ പല ആൾക്കാർ പല മോഡ്യൂൾസിലാണ് വർക്ക് ചെയ്യുക. അവരതല്ലാണ്ട് വേറെ ഒന്നിലും വർക്ക് ചെയ്യില്ല. അവർ ആ ഒറ്റൊരു മോഡ്യൂൾ തന്നെ മാക്സിമം ഒപ്റ്റിമൈസ് ചെയ്യാനും ആക്സസബിൾ ആക്കാനൊക്കെ വേണ്ടിയിട്ടാവും വർക്ക് ചെയ്യുക. പിന്നെ ഇതുകൂടാണ്ട് അവർക്ക് ഇന്റേണലിൽ തന്നെ വേറെ കുറേ ടൂൾസ് ഉണ്ടാവും. അവർക്ക് ഡാഷ്ബോർഡും പിന്നെ അനാലിറ്റിക്സും അങ്ങനെ പല ടൂൾസ് അവർക്ക് ഇന്റേണലിൽ ഉണ്ടാവും. അപ്പോൾ ആ ഒരു ടൂൾസിൽ മാത്രമാണ് ഒരു വർക്ക് ചെയ്യുള്ളൂ ഈ 100 ആൾക്കാർ. അല്ലാതെ ഒരിക്കലും വേറൊരു കമ്പനിക്ക് വേണ്ടിയിട്ട് ഇവർ വർക്ക് ചെയ്യില്ല. അപ്പോൾ ഇതാണ് പ്രൊഡക്റ്റും സർവീസും നമ്മളുടെ ഡിഫറൻസ്. അപ്പോൾ ഇവിടെ നമ്മൾ ഏതിലിപ്പോൾ ജോയിൻ ചെയ്യും? അപ്പോൾ നിങ്ങളൊരു ഫ്രഷർ ആണെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുക സർവീസ് ബേസ്ഡ് കമ്പനിയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം വേറെ ഒന്നുമല്ല, നിങ്ങൾ ഇത്രയും പ്രൊജക്ട്സുകൾ ഇവിടെ ഉണ്ടാവുമ്പോൾ നിങ്ങൾക്ക് ഓരോ പ്രൊജക്ട്സിൽ ഇങ്ങനെ മാറി മാറി വർക്ക് ചെയ്യാൻ പറ്റും. അതിന് ഗുണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പല ഡൊമെയിനിൽ എക്സ്പീരിയൻസ് കിട്ടും. ഒരു കേസിൽ ചാറ്റ് ബോട്ട് ആയിരിക്കാം, വേറൊരു കമ്പനിയായിട്ട് ഇ-കോമേഴ്സ് ആയിരിക്കാം, വേറൊരു കമ്പനിയായിട്ട് സോഷ്യൽ മീഡിയ ആയിരിക്കാം. അപ്പോൾ അങ്ങനെ പല രീതിയിൽ നിങ്ങൾക്ക് പല ഡൊമെയിനിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് കിട്ടും. അപ്പോൾ അങ്ങനെ നല്ല നോളജ് നിങ്ങൾക്ക് ഗെയിൻ ചെയ്യാൻ പറ്റും. പക്ഷെ എന്ന് വിചാരിച്ചിട്ട് ഈ കാണുന്ന കമ്പനീസിൽ തന്നെ കയറണമെന്നില്ല. ഈ സർവീസ് ബേസ്ഡ് കമ്പനി ഒരു സ്റ്റാർട്ടപ്പ് ആണെങ്കിലും കുഴപ്പമുള്ളതല്ല. നിങ്ങൾക്ക് അതിൽ വർക്ക് ചെയ്യാൻ പറ്റും, കുറേ കാലം അതിൽ പഠിച്ചെടുക്കാൻ പറ്റും. ഇത്രയും വളർന്നിട്ടുള്ള വിപ്രോ, TCS പോലത്തെ കമ്പനീസിൻ്റെ പ്രശ്നം വെച്ചാൽ അവിടെ കുറേ ഡെവലപ്പേഴ്സ് ഉള്ളതുകൊണ്ട് നമുക്ക് 1-2 ടാസ്കൊക്കെയാണ് ഡെയിലി കിട്ടുള്ളൂ. അവർക്ക് എല്ലാത്തിനും കമ്പനി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പാക്കേജസും കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ അതാകെ യൂസ് ചെയ്യലാണ് നമ്മുടെ ജോലി. അതുകൊണ്ട് ഗ്രോത്ത് കുറവായിരിക്കും. പ്രത്യേകിച്ച് അവിടെ വർക്ക് ചെയ്യണവരായിട്ട് സംസാരിച്ചറിയാൻ പറ്റും. അവർ ആ കംഫർട്ട് സോണിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗ്രോത്ത് താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ ഇനീഷ്യലി ഫ്രഷേഴ്സ് ഒരിക്കലും ഇങ്ങനത്തെ കമ്പനീസിൽ ചേരാണ്ട് നോക്കുക. ഒരു സ്റ്റാർട്ടപ്പ് ടു മീഡിയം റേഞ്ചിലുള്ള കമ്പനീസിൽ ചേരാം.
പക്ഷെ എന്ന് വിചാരിച്ചിട്ട് ഇതിൽ ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ പോകണ്ടെന്നല്ല, ഡെഫിനറ്റ്ലി പോവുക, ആ ഒരു എക്സ്പീരിയൻസ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് തോന്നുന്നു ഓക്കെ എൻ്റെ കരിയർ ഇവിടെ ഗ്രോ ചെയ്യണില്ല എന്ന് തോന്നുന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ അവിടെ നിന്ന് വിട്ടിട്ട് വേറെ കമ്പനി നോക്കുക. കാരണം കുറേ ആൾക്കാർ അത് ചെയ്യില്ല, കുറേ ആൾക്കാരെ കംഫർട്ട് സോണിൽ ഇരുന്ന് പോകും. അതുകൊണ്ട് കംഫർട്ട് ആവാണ്ട് അവിടെ നിന്ന് മാക്സിമം പഠിക്കാനുള്ള പഠിച്ചെടുത്തിട്ട് അടുത്ത കമ്പനി നോക്കുക. അതിനുശേഷം നിങ്ങളൊരു എക്സ്പീരിയൻസ് ഡെവലപ്പർ ആയതിനു ശേഷമാണ് നിങ്ങൾ പ്രൊഡക്റ്റ് ബേസ്ഡ് കമ്പനിയിൽ പോകേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സ്പീരിയൻസും നോളജൊക്കെ ഇവിടെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. കാരണം ഇവിടെ കൂടുതൽ ലാർജ് സ്കെയിൽ ആപ്ലിക്കേഷൻ ആയിരിക്കും. അപ്പോൾ ആയിരക്കണക്കിന് അല്ലെങ്കിൽ ബില്യൺ കണക്കിന് യൂസേഴ്സ് ഉള്ള വെബ്സൈറ്റിലായിരിക്കും ഈ പ്രൊഡക്റ്റ് ബേസ്ഡ് ഉണ്ടാവുക. അതില്ലാത്തതുണ്ട്, ഞാൻ ജനറലായിട്ട് പറയണം. അപ്പോൾ നിങ്ങൾക്കത് ആ കേസ് വരുമ്പോൾ എങ്ങനെ സ്കെയിൽ ചെയ്യണം, പിന്നെ എത്രത്തോളം ഒപ്റ്റിമൈസ് ചെയ്യണം എന്നൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ നോളജ് വെച്ചിട്ട് ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ നിന്ന് നിങ്ങൾ കുറേ കാലം പഠിച്ചെടുക്കുകയും ചെയ്യും. കാരണം നിങ്ങൾ ഈ ഒരു സെക്ടറിൽ ആയിരക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് യൂസറിനെ ഡീൽ ചെയ്യാൻ നിങ്ങൾ പഠിച്ചിട്ടില്ല. അപ്പോൾ ആ ഇൻഫോർമേഷനൊക്കെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് പഠിച്ചെടുക്കാൻ പറ്റും പ്രൊഡക്റ്റ് ബേസ്ഡ് കമ്പനിയിൽ. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടത് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ബേസ്ഡ് കമ്പനിയാണ്. പക്ഷേ ഇനിയിപ്പോൾ സ്റ്റാർട്ടപ്പ് ആണെങ്കിലോ, ഇപ്പോൾ സ്റ്റാർട്ടപ്പ് കമ്പനീസ്, അതായത് ഇതിപ്പോൾ സർവീസ് ബേസ്ഡ് ആയിക്കോട്ടെ പ്രൊഡക്റ്റ് ബേസ്ഡ് ആയിക്കോട്ടെ, സ്റ്റാർട്ടപ്പ് കമ്പനീസിലാണെങ്കിൽ ഫ്രഷറിന് എന്തായാലും ഞാൻ റെക്കമെൻഡ് ചെയ്യും. കാരണം സ്റ്റാർട്ടപ്പ് കമ്പനികൾ അവർ തന്നെ വളർന്നുകൊണ്ടിരിക്കുകയാണ്, അവർ തന്നെ രക്ഷപ്പെടാനുള്ള ഓരോ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് കൊണ്ട് പല പല കാര്യങ്ങൾ ചെയ്യിപ്പിക്കും. നിങ്ങൾ കുറേ ഓവർ ടൈം ഇരിക്കേണ്ടി വരും, നിങ്ങൾ ചിലപ്പോൾ വീക്കെൻഡിൽ ഇരിക്കേണ്ടി വരും. പക്ഷേ ഇതൊക്കെ നല്ല നോളജാണ്. നിങ്ങൾക്ക് ഒരു കമ്പനി എങ്ങനെ വളർത്തണം, അതെങ്ങനെ വളർന്നുകൊണ്ടിരിക്കണം എന്നൊക്കെ നിങ്ങൾക്ക് ഡയറക്റ്റ് പഠിക്കാൻ പറ്റും. അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ ഹൈ പ്രഷറിൽ വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് കിട്ടും. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, വർക്കിംഗ് അണ്ടർ പ്രഷർ. അപ്പോൾ ഒരു ഫ്രഷർ ആണെങ്കിൽ നിങ്ങൾക്ക് കുറേ നോളജ് ഇതിൽ കൂടെ ഗെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സർവീസ് ബേസ്ഡ് കമ്പനിയിൽ വർക്ക് ചെയ്യാൻ പറ്റിയാൽ അതെടുക്കുക, സ്റ്റാർട്ടപ്പിൽ വർക്ക് ചെയ്യാൻ പറ്റിയാൽ അതെടുക്കുക. എന്ന് വിചാരിച്ചിട്ട് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള കമ്പനിയിൽ കിട്ടിയാൽ വർക്ക് ചെയ്യേണ്ടെന്നല്ല, പക്ഷേ അത് അവിടെ കംഫർട്ട് ആവാണ്ട് നോക്കുക. പ്രത്യേകിച്ച് പ്രൊഡക്റ്റ് ബേസ്ഡിലാണെങ്കിൽ നിങ്ങൾക്ക് കംഫർട്ട് ആവാനുള്ള ഓപ്ഷനേ കിട്ടില്ല. കാരണം അവിടെ എപ്പോഴും പെർഫോമൻസ് റിവ്യൂവും ടെർമിനേഷനും ലേ ഓഫൊക്കെ നടക്കണമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും നല്ല രീതിയിൽ പെർഫോം ചെയ്തേ പറ്റൂ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ബേസ്ഡ് കമ്പനീസിൽ. നേരെ മറിച്ച് എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള സർവീസ് ബേസ്ഡ് കമ്പനീസിലാണ് നിങ്ങൾക്ക് ഇങ്ങനെ കംഫർട്ടായിട്ട് ഇരിക്കാനൊക്കെ പറ്റുക. അപ്പോൾ ഇതാണ് പ്രൊഡക്റ്റ് ബേസും സർവീസ് ബേസും തമ്മിലുള്ള ഡിഫറൻസ്. നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ ഡിഫറൻസ് അറിയെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണെങ്കിലും അത് താഴെ കമൻസിൽ പോസ്റ്റ് ചെയ്താൽ മതി. ഇതുവരെ കണ്ട് ഇഷ്ടമെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.